ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് ഗോതമ്പൊടി വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഡിന്നറിൻ്റെയും കുറച്ച് റെസിപ്പീസാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കറിയൊന്നും ആവശ്യമില്ലാതെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഓവർ സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി ദോശയാണ്. ഇതിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ദോശ തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റാതെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല, പക്ഷെങ്കിലും വഴറ്റി ഒന്ന് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു പച്ചമുളക്, അതുപോലെ 2 ടീസ്പൂൺ അളവിൽ ക്യാരറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറിയ അളവിലാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഒരു പകുതി ഉള്ളി ഇതുപോലെ ചെറിയതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഒന്നൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും. ഇതിലേക്ക് ഞാൻ കുറച്ചൊരു മഞ്ഞൾപ്പൊടിയോ അതുപോലെ തന്നെ ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ ഈ ദോശയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മളൊരു 3/4 ഗ്ലാസ് അളവിലാണ് കേട്ടോ ഇവിടെ ഗോതമ്പൊടി എടുത്തിട്ടുള്ളൂ. കുറച്ച് അളവിൽ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ 1.5 കപ്പ് പൊടി എടുക്കുകയാണെങ്കിലും നിങ്ങൾ ഒരു മുട്ട തന്നെ ചേർത്താൽ മതി കേട്ടോ, പ്രശ്നമില്ല. ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ട് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ മാവ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്ന പാനിൽ ഒരു ഇത്തിരി എണ്ണ തടവിയതിന് ശേഷം ഒരു 3-4 തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് തിരിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമ്മൾ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഗോതമ്പൊടി വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ദോശൻ്റെ റെസിപ്പിയാണ്. കാണാൻ വലിയ മൊഞ്ചില്ലാന്നുള്ളൂ, എന്നാൽ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് അളവിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഗ്ലാസ്സിലാണെങ്കിലും 1.5 ഗ്ലാസ് അളവിൽ പൊടി എടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പം 1.5 കപ്പിന് ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ചെരുവേത് ചേർത്ത് കൊടുക്കാം. അപ്പം തേങ്ങ കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിതിൽ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ 3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ബെറ്റർ. ഇനി ഇല്ലെങ്കിൽ നമുക്ക് വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 1.5 കപ്പിന് ഏകദേശം 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിത് അരച്ചെടുക്കുന്നത്. അത്യാവശ്യം ഒരു കട്ടിക്കാണ് ഈ ബാറ്റർ നിൽക്കേണ്ടത്. അപ്പോൾ നല്ല കട്ടി ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നൊന്ന് ലൂസാക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒന്ന് ഒഴിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിനാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്ര പണിയുള്ളൂ. നമ്മളെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പാനിലേക്ക് കുറച്ചൊരു കട്ടിയിലൊരു പാൻ കേക്ക് മോഡൽ ആയിട്ടൊന്ന് ചുട്ടെടുത്താൽ മതി. ഓവർ എണ്ണ ഒന്നും ആവശ്യമൊന്നുമില്ല. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്താൽ മതി കേട്ടോ. ഒന്ന് അടച്ച് വെക്കുക, അപ്പോൾ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അടച്ച് വെക്കുന്നത്. എണ്ണ സ്പ്രെഡ് ചെയ്ത് ജസ്റ്റ് തിരിച്ചിട്ടും കൂടി കൊടുക്കുകയാണെങ്കിൽ അടിപൊളി സാധനം ഇവിടെ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. തേങ്ങയും ഉള്ളിയും ജീരകം ഒക്കെ ചേർത്തതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഏത് കറിൻ്റെ കൂടെയും കൂട്ടിയിട്ട് കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാലും ഗോതമ്പൊടി മുട്ടയൊക്കെ വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന 2 റെസിപ്പിയാണ് കേട്ടോ. ഇത് ഒരു ബാറ്ററിൽ തന്നെയാണ് നമ്മളിത് 2 റെസിപ്പിയും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ 2 കപ്പ് പൊടി ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ 2 കപ്പിലേക്ക് നമുക്ക് 1 മുട്ട മാത്രം മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് 2 കപ്പ് എടുക്കുകയാണെങ്കിലും 1 മുട്ട തന്നെ മതിയാവും. അതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊടിയൊക്കെ ആകുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല ലൂസായിട്ടുള്ള ബാറ്ററിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം. നമ്മളെ ദോശൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പേപ്പർ ദോശ പോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇതിൽ എണ്ണൊന്നും ചേർത്തില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പേപ്പർ പോലെയുള്ള ഒരു ദോശ തന്നെയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്
കുറച്ചുകൂടി പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് മാറ്റാം കേട്ടോ. ജസ്റ്റ് ഒരു തിക്ക് ബാറ്റർ ആക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ ഇവിടെ. ഇനി വിസ്കൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ പൊടി പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി, ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഏകദേശം കുറച്ചൊരു പാൻ കേക്കിൻ്റെ ആ ഒരു ബാറ്റർ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ പാൻ കേക്കൊക്കെ ചുട്ടെടുക്കുന്ന രീതിക്ക് ഒന്ന് ചുട്ടെടുക്കാം. ഇതിൽ മധുരം ചേർക്കാതെ നമുക്ക് ചുട്ടെടുത്തിട്ട് കറീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ കഴിക്കും. അപ്പോൾ ഞാൻ കുറച്ച് റെസിപ്പീസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഗോതമ്പൊടി, അരിപ്പൊടി ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത വീഡിയോസിലൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻസിൽ അറിയിക്കണം. അപ്പോൾ പുതിയതായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പീസായിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ. താങ്ക് യു.